പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ഈ 91 സങ്കീർത്തനം സാധാരണ ധാരാളം ആളുകൾ മനഃപ്പാഠമാക്കി പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയാണ് സാധാരണ എല്ലാവരും മനഃപ്പാഠമാക്കിയിരിക്കുന്നത്. എന്നാൽ അതിന് വേറൊരു രൂപത്തിൽ, അതായത് ദൈവം നിനക്ക് ഈ കരുതലും സംരക്ഷണവും തരുന്നു എന്നാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. അത് എൻ്റേതായിട്ട് ദൈവം എനിക്ക് തരുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് താല്പര്യപ്പെടുകയാണ്. അതിങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവിടുന്ന് തന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവിടുന്ന് തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കും. അവിടുത്തെ വിശ്വസ്തത എനിക്ക് പലകയും പരിചയമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസരത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും എനിക്ക് പേടിപ്പാനില്ല. എൻ്റെ വശത്ത് 1000 പേര്, എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്ത് വരികയില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവയെ അങ്ങ് എൻ്റെ സങ്കേതമാകുന്നു, അങ്ങേ ഞാൻ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല. യാതൊരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുത്ത് വരികയില്ല. എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് അവിടുന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. എൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ അവൻ എന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തെയും അണലിയെയും ഞാൻ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞാൻ മെതിച്ചു കളയും. ഞാൻ യഹോവയോട് പറ്റിയിരിക്കാൻ അവിടുന്ന് എന്നെ വിടുവിക്കും. ഞാൻ അവിടുത്തെ നാമത്തെ അറിയാൽ അവിടുന്ന് എന്നെ ഉയർത്തും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക, അവിടുന്ന് എനിക്ക് ഉത്തരം വരളും. കഷ്ടകാലത്ത് അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കും. അവിടുന്ന് എന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അവിടുന്ന് ദീർഘായുസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തും. യഹോവയുടെ രക്ഷയെ എനിക്ക് കാണിച്ചു തരികയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനം നിനക്ക് ദൈവം നിന്നെ കാക്കും കരുതും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്നു മുതൽ എന്നെ കാക്കും, എൻ്റേതായിട്ട് ആ സങ്കീർത്തനം എൻ്റേത് എന്ന് നാം അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി തീരുക. ഈ വചനമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടും സ്നേഹിച്ചു കണ്ടും നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നേരായി നടന്നുകൊണ്ട് ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിനടുത്ത് വരികയില്ലെന്ന് എൻ്റെ ശരീരം, ഇവിടെ കൂടാരമെന്ന് വിശേഷിപ്പിക്കുന്ന ശരീരമാണ്, ഒരു ദോഷവും വരാതെ കർത്താവ് കാത്തു സൂക്ഷിക്കും, എന്നെ കാത്തു സൂക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാം. ഈ സങ്കീർത്തനം നമ്മുടെ സ്വന്തമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ, ബലപ്പെടുവാൻ നാമെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്നു.